ഇതുണ്ടല്ലോ ഇതൊക്കെ ക്ലാസ് ഇല്ലാത്തൊരു ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ ഓളെ റെഡിയാക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ മുറ്റൊക്കെ ഒന്ന് അടിച്ചു തരുന്നതിന് ശേഷം എൻ്റെ വീട്ടിൽ ഞാൻ കുറച്ച് സീഡ് മുളപ്പിച്ചിട്ടുണ്ടായിന്. ഇതൊക്കെ ഉണ്ടല്ലോ ലിച്ചി, റംബൂട്ടാൻ, സീതപ്പഴം അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കടയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് അതിൻ്റെ സീഡൊക്കെ ഒന്ന് കുഴിച്ചിട്ടുണ്ടായിന്. അതെല്ലാം ഓൾമോസ്റ്റ് മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീട്ടിൽ കിച്ചൻ്റെ സൈഡത്തെ റാക്കിൽ വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ആ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റിനൊന്നും ദോശയും സാമ്പാറൊക്കെ ഇനി. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം ക്ലീൻ ചെയ്ത് അതാ രാവിലെ എണീറ്റ് കണ്ണൊന്നും തുറന്നിട്ടില്ല. അതിൻ്റെ മുമ്പ് അവൾ കുറച്ച് പുഷപ്പ് ഒക്കെ എടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ അപ്സ്റ്റെയർ ക്ലീൻ ചെയ്യേണ്ട ദിവസമാണ്. അപ്പോൾ ഓളെ എണീപ്പിച്ച് ഫ്രഷാക്കി ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ അടിച്ചേരി തുടക്കാൻ ഇറങ്ങിയത്. അത് മാത്രമല്ല എൻ്റെ ഹസ്ബൻഡ് അവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം ഞങ്ങോട്ട് പോകണം. ഓൾമോസ്റ്റ് എല്ലാവരും പോലെ തന്നെയാണ് ഞാനും. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരുങ്ങിയിട്ടും കൂടെ ആവില്ല. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ ഒരു 5 മിനിറ്റ് ഉണ്ടായാലും എനിക്ക് പെട്ടെന്ന് പാക്ക് ചെയ്യാൻ പറ്റും. എന്തായാലും അവസ്ഥ തന്നെ. പിന്നെ ഉണ്ടല്ലോ ഞാനിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുകയാണെങ്കിലും ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണെങ്കിലും ഞാൻ അത്രയും ദിവസം യൂസ് ചെയ്തിരുന്ന റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇന്ത്യൻ കുട്ടിൻ്റെയൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് എന്തെങ്കിലും അലക്കിയിടാനൊക്കെ ഉണ്ടെങ്കിൽ അലക്കിയിട്ടിട്ടേ ഞാൻ പോരുള്ളൂ കേട്ടോ. അതിപ്പോൾ ഇവിടുന്ന്, അതായത് എൻ്റെ വീട്ടിൽ നിന്ന് പോവുകയാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ. കാരണം ഇവിടെ ആണെങ്കിലും എൻ്റെ അമ്മ അത്ര ഹെൽത്തി ഒന്നല്ല. എൻ്റെ അമ്മക്ക് ബാക്ക് പെയിൻ ഒക്കെ ഉള്ള ആളാണ്. ഞാനും ദൂയും പോയി കഴിഞ്ഞാലും ദൂൻ്റെ ടോയ്സും ഞങ്ങളെ ഐറ്റംസൊക്കെ ഓരോന്ന് എടുത്തു വെക്കേണ്ട ജോലിയും കൂടി ബാക്കിയുള്ളവർക്ക് ഇല്ലാതെക്കാനാണ് ചെയ്യണത്. കാരണം ഓരോരുത്തർക്ക് മാത്രം അവനാൻ്റെ ജോലികൾ തന്നെ ഉണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഇന്ത്യൻ കുട്ടിൻ്റെ ഐറ്റംസ് ഒക്കെ മാക്സിമം നീറ്റാക്കി എടുത്ത് വെച്ചിട്ട് ഞാൻ പോലുള്ളൂ. അത് മാത്രമല്ല നമ്മളെ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെക്കണം അത്ര പെർഫെക്റ്റ് ആയിക്കോളന്നില്ല ബാക്കിയുള്ളവർ എടുത്ത് വെക്കുമ്പോൾ. ഇതിൻ്റെ അമ്മ ചെറുപ്പം തൊട്ടേ ശീലിപ്പിച്ചതാന്ന് വേണമെങ്കിലും പറയാം. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും വിശപ്പിൻ്റെ പൊടി അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ചോറും സാമ്പാറും പിന്നെ ചേമ്പും മത്തൻ്റെ ഇല ഇട്ടിട്ടൊരു കൂട്ടാൻ ഉണ്ടാക്കിയുണ്ട് എൻ്റെ അമ്മ. അതിൻ്റെ അമ്മാൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് ഇടക്കിടക്ക് ഉണ്ടാക്കും. ഇപ്പം എൻ്റെയും ഫേവറേറ്റ് ആണ്. പിന്നെ ചിക്കൻ ഫ്രൈ, രാവിലത്തെ കടലക്കറി ബാക്കിയുള്ളതപ്പോൾ അതൊന്ന് വറ്റിച്ചെടുത്താണ്. പിന്നെ ഓലന് കാന്താരി ഉപ്പിലിട്ടത്, പിന്നെ ഒരു പപ്പടം കൂടി ഒക്കെ കൂട്ടി നല്ല കുശാലായിട്ട് ചോറൊക്കെ തിന്ന്. അപ്പോൾ കിച്ചണിക്ക് വന്നപ്പോൾ പിന്നെ ദുവൻ്റെ വാട്ടർ ബോട്ടും ലഞ്ച് ബോക്സ് ഒക്കെ ഒന്ന് എടുത്ത് വെച്ച്. പിന്നെ ഇത്രയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുള്ളൂ. ഇനി നമ്മളെ ബോസിനും കൂടെ ഒന്ന് സാറ്റിസ്ഫൈ ആക്കണമെങ്കിൽ തലേ ദിവസത്തെ വർക്കിൻ്റെ റിപ്പോർട്ടൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. അങ്ങനെ അത്യാവശ്യമുള്ള വർക്കൊക്കെ ഇരുന്ന് തീർത്ത്. ഇപ്പോൾ പിന്നെ ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യണതുകൊണ്ട് ഇത് ത്രൂ കുറേ എൻക്വയറീസ് വരുന്നുണ്ട്. അങ്ങനെ ഞാൻ നല്ല കുട്ടിയെ നല്ല രീതിയിൽ വർക്ക് എടുക്കുമ്പോഴാട്ടോ എനിക്ക് കോൾ വന്നത്. ഞാൻ എന്തായാലും ഒരു സ്ഥലം വരെ പോവാണ്, ഒരു ഡ്രൈവായിട്ട് വേണമെങ്കിൽ പോരുന്നു. ഞാനാണെങ്കിൽ ഡ്രൈവ് എന്ന് കേൾക്കാൻ നിൽക്കുക. കാരണം ബിസിനസ്സുകാരെ കെട്ടിയവർക്ക് മനസ്സിലാവും ഉറങ്ങുമ്പോഴും ഈ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ കയ്യിൽ നിന്ന് ഫോണൊന്നും വെക്കുള്ളൂ. അപ്പോൾ പലപ്പോഴും ഈ ഡ്രൈവ് എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി ടൈമും കൂടെ ഇക്കാരം. പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ ബിസിനസ്സിൽ പറഞ്ഞതാണ്. രണ്ടറ്റം കൂട്ടിമുട്ടിക്കണ്ടേ. അപ്പോൾ ഓക്കെ, ബായ്.